ജുബിനെ, നീ ഉമ്രയ്ക്ക് പോയിരുന്നില്ലേ? എപ്പോഴെത്തിയെ? ഇന്നലെ കഴിഞ്ഞിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അൽഹംദുലില്ലാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ ഫസ്റ്റ് ആയിട്ട് ആ കഅബ കാണുന്നത്, അവിടുത്തെ നമ്മുടെ ചരിത്രങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണില്ലേ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പോയി തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അൽഹംദുലില്ലാ റാഹത്തായി പോയി. ഞാൻ പള്ളിയിലായിരുന്നു, ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ റൂമിലെത്തിയിട്ട് വിളിക്കാം കേട്ടോ, ഒരു കാര്യം പറയാനുണ്ട്. ചെയ്ത് വരാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം കേട്ടോ. എന്താ കൊറേ നേരമായല്ലോ ഫോണിൽ നോക്കുന്നത്? ഒന്നര തൊട്ട് ഞാൻ ഉമ്രപ്പനെ പറ്റി ആലോചിക്കായിരുന്നു. നമ്മളെ ഷെരീഫ് ഉമ്രക്ക് പോയിണ്ടായിരുന്നല്ലോ, മൂപ്പരോടൊന്ന് ചോദിച്ചു നോക്കിയിടാം. നോക്കട്ടെ, എൻ്റെ അടുത്ത് നമ്പർ ഉണ്ട്. ഓക്കെ അക്കാ, എന്നാ ശരി, ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. നമ്മൾ കോണ്ടാക്ട് ചെയ്തോ. ട്രാവൽ പോയിന്റിലെ അൻവർസ്ഥാൻ നമ്പർ അയച്ചിട്ടുണ്ട്. നിങ്ങൾ പോയത് പെടുന്നു, അതൊന്ന് കോണ്ടാക്ട് ചെയ്തോ. ഉമ്രക്ക് പോണായിരുന്നു. എന്നാണ് ഉമ്രക്ക് ഉദ്ദേശിച്ചത്? റമദാനിൽ പോയാൽ നല്ലത്. ഓക്കെ, റംസാൻ നമുക്ക് എല്ലാ 10ലും പാക്കേജുകളുണ്ട്. റംസാൻ ഏത് 10ലാണ്? അവസാനത്തെ 10 നമുക്ക് 2 പാക്കേജ് ഉണ്ട്. 10 ദിവസത്തെ പാക്കേജ് ഉണ്ട്, 7 ദിവസത്തെ പാക്കേജ് ഉണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കാണോ അതോ ഫാമിലി ആയിട്ടാണോ പോകാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ തനിച്ചു പോകാനാണ്. ഓക്കെ, 7 ദിവസത്തെ പാക്കേജ് ആണോ അതോ 10 ദിവസത്തെ പാക്കേജ് ആണോ? 10 ദിവസത്തെ പാക്കേജ് ഇട്ടുന്നുണ്ട്. ഓക്കെ, എല്ലാ ബുധനാഴ്ചയാണ് നമ്മൾ പാക്കേജ്, ബസ് പാക്കേജ് പുറപ്പെടുന്നത്. എല്ലാ ചൊവ്വാഴ്ചയും ഫ്ലൈറ്റ് പാക്കേജ് ഉണ്ട്. ബസ്സിലാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ ദുബായിൽ നിന്ന് പിക്കപ്പ് ഉണ്ടോ? ഓക്കെ, ദുബായിൽ നിന്ന് പിക്കപ്പ് ലൊക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഷാർജയിൽ നിന്നാണ് തുടങ്ങുക. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഷാർജ, സൗദി പള്ളിയിൽ നിന്നാണ്. ദുബായ്, അബുദാബി ഒക്കെ നമ്മുടെ പിക്കപ്പ് ലൊക്കേഷൻ ഉണ്ട്. ആദ്യമായിട്ടാണ് ഉമ്രക്ക് പോകുന്നത്, പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം യാത്രക്ക് മുമ്പായിട്ട് ക്ലാസ് ഉണ്ടാവും. പിന്നെ അങ്ങോട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ഓരോ കാര്യങ്ങൾ ചെയ്യാനും പിന്നെ സ്ഥലങ്ങളിലൊക്കെ കൃത്യമായിട്ട് ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തരാനും പഠിപ്പിച്ചു തരാനും അത് കൂടെ ഉണ്ടാവും. പിന്നെ ഡോക്യുമെന്റ്സ് നിങ്ങൾ വാട്സപ്പിൽ അയച്ചാൽ മതി. ബാക്കി കാര്യങ്ങൾ വിശദമായിട്ട് വാട്സപ്പിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ അറിയിച്ചു. ഓക്കെ, സന്തോഷം.